അല്പം മുമ്പ് ഒരു അധ്യാപികയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഒരു വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്കാണ് ഞങ്ങൾ തമ്മിൽ കാണുകയും കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്തു. എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്, സാറേ എനിക്ക് ഉറക്കമില്ല, ഒരു 2 മണിക്കൂർ പോലും രാത്രിയിൽ ഉറക്കമില്ല, ഭക്ഷണമൊന്നും നേരെ കഴിക്കുന്നില്ല. ഞാൻ ചോദിച്ചു സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? സുഹൃത്തുക്കളില്ല, വലിയ പ്രശ്നമാണ് സാർ. എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ? എക്സസൈസ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട്? എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, ഭയങ്കര പേടിയാണ്, ആകെ കൂടെ എൻ്റെ ചുറ്റുമുള്ള ലോകമെല്ലാം കുഴപ്പമാകുന്നു, ഒരു യന്ത്രം പോലെ ഞാനങ്ങ് പോവുകയാണ്. വളരെ വിഷമം തോന്നി അങ്ങനെ ഒരാളെ കാണുമ്പോൾ. ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല, ഒരുപാട് പേര് ഇങ്ങനെയുണ്ട്. ആ ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട് സർ, വീട്ടിൽ നിന്നൊന്നും ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല, ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. സ്കൂളിൽ ചെന്നാൽ അവിടെ ഒരുപാട് ജോലി, വീട്ടിൽ വന്നാൽ അവിടെയും ജോലി, എങ്ങും ഒരു ആശ്വാസമില്ല. ഞാനിപ്പോൾ ആലോചിച്ചത് അവരൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും ഇങ്ങനെ ഭയങ്കരമായി സ്ട്രെസ്ഡായി, ഭയങ്കരമായ ഫിയറോടെയും ആങ്സൈറ്റിയോടെയും ഒക്കെ ക്ലാസ്സിൽ ചെല്ലുന്ന അധ്യാപകർ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുട്ടികളുണ്ടാക്കുമ്പോൾ അതിനോടൊക്കെയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും കൈവിട്ടു പോവുകയും വളരെ മോശമായി മാറുകയും അതൊന്ന് റീഫോം ചെയ്ത് നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആശ്വാസവും സന്തോഷവും ഒന്നും ഇല്ലാത്ത അധ്യാപകർ എങ്ങനെയായിരിക്കും ഈ സമൂഹത്തിലെ വിദ്യാഭ്യാസത്തെ നയിക്കുന്നത്? വളരെ വിഷമം തോന്നി. തീർച്ചയായിട്ടും നമുക്ക് അധ്യാപകരുടെ ഇടയിൽ നല്ല മാനസികാരോഗ്യവും അതുപോലെ തന്നെ വൈകാരിക ആരോഗ്യവും വ്യക്തിത്വ വികസനവും ഏറ്റവും ഉപരിയായി ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസാണ്. വളരെ സമാധാനത്തോടെ ശാന്തതയോടുകൂടി തൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു പക്വതയിലേക്ക്, സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി അതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് ഉള്ള ഔട്ട്കത്തിലേക്ക് നയിക്കാൻ അധ്യാപകരെ പ്രാപ്തമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ചുമ്മാ കുറേ കുറ്റം പറയാൻ എളുപ്പമാണ്, അധ്യാപകർ അങ്ങനെയാണ്, അധ്യാപകർ ഇങ്ങനെയാണ്. അല്ല, അവരുടെ പ്രശ്നങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചല്ല. പല ആൾക്കാരിലും ഹോർമോണലായിട്ടുള്ള ഇഷ്യൂസ് തന്നെ ഒത്തിരി ഉണ്ട്. അവരാരും മെഡിക്കൽ ചെക്കപ്പ് പോലും നടത്തുന്നില്ല. ഞാൻ ഒരു ടീച്ചർ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വിറ്റമിൻ ഡി എങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആഗ്രഹമുണ്ട് സാറേ, ഒന്നിനും സമയമില്ല. പലപ്പോഴും അവർ നല്ല ശമ്പളമൊക്കെ വാങ്ങിക്കുന്നവരാണ്, അവരുടെ പൈസയൊക്കെ കുടുംബക്കാരൊക്കെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ടൊരു കെയറോ ഡെവലപ്മെൻറ്റോ ഒന്നും കിട്ടുന്നില്ല. സ്കൂൾ അധ്യയന വർഷം തുടക്കുന്നതിന് മുമ്പെങ്കിലും അവർക്ക് വേണ്ട ഒരു നല്ല ഗൈഡൻസും നല്ല കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കാനെങ്കിലും എല്ലാവരും ശ്രമിച്ചാൽ കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അവരെ ഒന്ന് സെൽഫ് അവെയർ ആക്കാനും, അവരുടെ വീക്ക്നെസ് എവിടെയാണ്, അവരുടെ പരിമിതികൾ എവിടെയാണ്, എന്തൊക്കെയാണ് അവരിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെങ്കിലുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ, അവരുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ, എങ്ങനെ അസേർട്ടീവ് ആകണമെന്നെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു നോ പറയേണ്ടടുത്ത് നോ പറയാൻ പോലും അവർക്കറിയാൻ വയ്യാത്തവരാണ് പലരും. ഇവിടെയൊക്കെയാണ് നമുക്കവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് ചിന്തിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു ചിന്ത, ഇമോഷണൽ ഇൻ്റലിജൻസ് അറ്റ് വർക്ക്, എസ്പെഷ്യലി ഫോർ ടീച്ചേഴ്സ്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. നമ്മുടെ കോഗ്നിറ്റീവ് ഇൻ്റലിജൻസിനേക്കാളും ഇന്ന് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ബുദ്ധിപരമായി എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകാരികമായി വളരെ ബുദ്ധിപരമായി നീങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പൊതുസമൂഹത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ വൈകാരികമായ പ്രതിഫലനങ്ങൾ ആണ് പലപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടാം, പ്രത്യേകിച്ച് അധ്യാപകരുടെ ജീവിതത്തിൽ വൈകാരിക ബുദ്ധിശക്തി എങ്ങനെ വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഇന്ന് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് പഴയ പോലെയല്ല. പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് കുറച്ചുകൂടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒരുക്കപ്പെട്ട് വരുന്ന കുട്ടികളായിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും ഒരു അൺഫങ്ഷനിങ് ഫാമിലീസിൽ നിന്നാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. അവരെ സ്വീകരിക്കുന്ന സ്കൂൾ സിസ്റ്റം, അതിലേറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ആ ഫ്രണ്ട് ലൈൻ ലീഡർ എന്ന് പറയുന്നത് ടീച്ചറാണ്. അപ്പോൾ ഒരു ടീച്ചറാണ് ഈ അസ്വസ്ഥമായി അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായി കടന്നു വരുന്ന ഈ കുട്ടികളുടെ ഒരു അവരെ ലീഡ് ചെയ്യേണ്ട ആളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീഡ് ചെയ്യുന്ന ആൾ എത്ര കണ്ട് കംഫർട്ടബിളാണ്,
എത്ര കണ്ട് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ്, എത്ര കണ്ട് സ്ട്രോങ് മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ഉള്ള ആളാണ്, എത്ര കണ്ട് പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാലഘട്ടത്തിൽ. നമ്മൾ കുറച്ച് അക്കാഡമിക് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു ടീച്ചറാണ് ദ സോൾ ഓഫ് എഡ്യൂക്കേഷൻ. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു അധ്യാപികനാണ്, അല്ലെങ്കിൽ ഒരു അധ്യാപികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ, ആ ക്ലാസ്സിലേക്ക് വരുന്ന ആ ഡിഫറൻ്റായിട്ട് വയേർഡായിട്ടുള്ള ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരുടെ ഓരോ റിയാക്ഷൻസിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവരുടെ ഓരോ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രതികരണങ്ങളോടൊക്കെ നമ്മളെങ്ങനെ പെരുമാറുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരിക്കലും നമ്മൾ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയിട്ടല്ല അധ്യാപകരെയൊക്കെ നമ്മൾ നിയമിക്കുന്നത്. പക്ഷേ ആരും ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ചിട്ടുമല്ല ഇന്നത്തെ കാലത്ത് അധ്യാപകരാകുന്ന. എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവാനാണ് പ്രധാനപ്പെട്ട എല്ലാവരും ശ്രമിക്കുന്നത്. പലപ്പോഴും അധ്യാപകരാകുന്ന ഒരു ചാൻസിലാണ്. പക്ഷേ ചാൻസിൽ അധ്യാപകരായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അധ്യാപന രംഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഡിസ്റ്റർബ്ഡായിട്ടും വളരെ ഇന്നാഡിക്വേറ്റുമായിട്ടും വളരെ അൺഫങ്ഷനിങ്ങുമായിട്ടും ഒക്കെ വരുന്ന ഒരു ബഹുഭൂരിപക്ഷം കുട്ടികളുള്ളൊരു ക്യാമ്പസിലാണ് ഇനി നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ എക്യുപ്ഡും വളരെ ഓർഗനൈസ്ഡും വളരെ കാമായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ നമുക്കൊരു പോസിറ്റീവ് റീഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. എന്താണ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. നമുക്ക് വരുന്ന കുട്ടികളെ രൂപാന്തരപ്പെടുത്തി കുറേ കൂടി ഇഫക്റ്റീവാക്കി, കുറേ കൂടെ മെച്ചപ്പെടുത്തി ലോകത്തിന് യോഗ്യമാക്കി മാറ്റുന്നൊരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണെങ്കിലുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ കാമാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കാമാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ്. എന്താ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും നമ്മളുടെ വികാരങ്ങളെയൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് ഡയറക്റ്റ് ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അതിനെ പോസിറ്റീവ് ആക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും അതിനെ എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്താം വികാരത്തിൻ്റെ മാനേജ്മെൻറ്റ് കൊണ്ട്. ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഭയങ്കരമാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾ മാനസികമായിട്ടൊക്കെ ആരോഗ്യം കുട്ടികളിൽ കുറഞ്ഞു വരുന്നു, ഇമോഷണലായിട്ടുള്ള ആരോഗ്യം കുട്ടികളിൽ കുറഞ്ഞു വരുന്നു, അവരിലൊരു പേഴ്സണാലിറ്റിയും മറ്റും രൂപപ്പെടാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നമ്മുടെ ക്ലാസ് മുറിയിൽ എപ്പോഴും എന്ത് സംഭവിക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത്? അതിന് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, നമുക്ക് നമ്മളെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണോ? ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് അവെയർനെസ്സാണ്. എൻ്റെ തന്നെ സ്ട്രെങ്ത് എവിടെയാണ്, എൻ്റെ വീക്ക്നെസ് എവിടെയാണ്. ഒരു ടീച്ചറിൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് അറിയണം. സെൽഫ് കോൺഫിഡൻ്റ് ആണോ, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടോ, ഒരു സെൽഫ് ഡിഗ്നിറ്റി ഫീൽ ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എനിക്കൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടോ, ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയാണ്, ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ്, എൻ്റെ ലിമിറ്റേഷൻസ് എവിടെയാണ്. ഇതൊക്കെ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ ആലോചിക്കാൻ പറ്റുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സണാണ്. ഐ വാണ്ടഡ് ടു ഇൻഫ്ലുവൻസ് മോർ, ഐ വാണ്ടഡ് ടു ഗോ ഡീപ്പ് ഐ വാണ്ടഡ് ടു മേക്ക് ബെറ്റർ റാപ്പോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന, എനിക്ക് കുറച്ചുകൂടെ കുട്ടികളെ സ്വാധീനിക്കാനും രൂപാന്തരപ്പെടുത്താനും ഒക്കെ കഴിയണം, അവരെ എനിക്ക് എൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവരണം എന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹം വരുന്ന, അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ കുട്ടികളെല്ലാം മോശമാണ്, സ്കൂൾ സിസ്റ്റം എല്ലാം മോശമാണ്, സർക്കാർ മോശമാണ്, ഈ കാലം മോശമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വൈകാരിക ബുദ്ധിശക്തി ഇല്ലാത്ത മനുഷ്യരാണ്. വൈകാരിക ബുദ്ധിശക്തി ഉയരും തോറും നാം നമ്മളെ തന്നെ കൃത്യമായി അനലൈസ് ചെയ്യും. എനിക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ, ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് അവരിലുണ്ട്, എനിക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ ഞാൻ കുറച്ചുകൂടെ പവർഫുൾ ആവും. അതാണ് ഒരു സെൽഫ് അവെയർനെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ സെൽഫ് അവെയർനെസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബെറ്ററായി. അപ്പോൾ നമുക്കറിയാം എൻ്റെ സ്ട്രെങ്ത് എവിടെയാണ്. അപ്പോൾ നമ്മുടെ ആ സ്ട്രെങ്തിലാണ് നമ്മൾ ഇടപെടേണ്ടത്. അപ്പോൾ നമുക്ക് കുട്ടികളിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ആ കുട്ടികളുടെ ആ വീക്ക്നെസ്സിനെയോ ആ സിറ്റുവേഷനെയോ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ,
പലപ്പോഴും ഇമ്പൾസീവായിട്ടുള്ള എടുത്തുചാട്ടങ്ങളാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. കുട്ടികളും പിന്നെ ടീച്ചറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും എടുത്തു ചാടരുത്. കുട്ടികൾക്ക് എടുത്തു ചാടാം, അവർ ചെറിയ കുട്ടികളാണ്. പക്ഷെ പ്രായമുള്ള ഒരു ടീച്ചറിനെ സംബന്ധിച്ച് നമ്മൾ വളരെ പക്വതയോടുകൂടി പെരുമാറണം. എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും വളരെ സമാധാനത്തോടെ വളരെ ശാന്തതയോടുകൂടി ആ പ്രശ്നത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. ഇവിടെ ഞാൻ എങ്ങനെ ഇടപെട്ടാലാണ് ഏറ്റവും ബെറ്റർ ഔട്ട്കം ഉണ്ടാകുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഔട്ട്കമാണ്. ആ ബെറ്റർ ഔട്ട്കം സൃഷ്ടിക്കണേ ഞാൻ എങ്ങനെ ഇതിനകത്ത് ഇടപെടണം, ആരെയൊക്കെ ഇതിനകത്ത് ഇടപെടുത്തണം, ആരുമായിട്ടല്ല ഇത് ചർച്ച ചെയ്യണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല ഔട്ട്കം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നത്തെ തിരിഞ്ഞ് അനലൈസ് ചെയ്യുമ്പോൾ ആ പ്രശ്നം ഉണ്ടായതിൻ്റെ എല്ലാം ഒരു പ്രധാന കാരണം അപക്വമായ എടുത്തുചാട്ടങ്ങളും അപക്വമായ പ്രതികരണങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ എവിടെ പ്രതികരിക്കണം, എവിടെ പ്രവർത്തിക്കണം, എവിടെ മാറി നിൽക്കണം, ചിലതൊന്നും നമ്മൾ ഇടപെടുന്ന കാര്യം പോലും ഇല്ല, അത് തന്നെ സോൾവ് ആയിക്കോളും. ചിലടത്ത് നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. കാരണം ചില പ്രശ്നങ്ങളൊക്കെ വരുന്നതിൻ്റെ കാരണം അതിനനുസരിച്ച് ഒരു കുട്ടികളെ എക്യുപ്പ് ചെയ്യാത്തതാണ്. ഇപ്പം ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്, അടുത്ത വർഷം ജൂൺ 1 മുതൽ തന്നെ ആദ്യം മുതൽ തന്നെ എനിക്ക് കുട്ടികളെ ഈ കാര്യത്തിലൊക്കെ അവരെ ഒന്ന് എക്യുപ്പ് ചെയ്യണം. ഇതൊരു പ്രോ ആക്റ്റീവ് ലീഡർഷിപ്പാണ്. കാരണം എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്? എനിക്കിപ്പോൾ തന്നെ കുട്ടികളെ ആ കാര്യത്തിലൊക്കെ ഓർഗനൈസ് ചെയ്യണം. നല്ലൊരു ടീച്ചർ വളരെ ആദ്യം തന്നെ ക്ലിയറായിട്ട് പറയും എന്തൊക്കെയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്, എവിടെ വരെ ആകാം, എവിടെ വരെ ആയിക്കൂടാ. ഇതുവരെയുള്ള നിങ്ങളുടെ ടീച്ചേഴ്സിനെ പോലെയല്ല, എൻ്റെ രീതി ഇതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഞാൻ അവൈലബിളാണ്, നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം, നിങ്ങൾ എപ്പോൾ വന്നാലും ഞാൻ അപ്രോച്ചബിളാണ്, നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ തരാൻ ഞാൻ റെഡിയാണ്. ഇതൊക്കെ ഈ ഒരു അഷ്വറൻസ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. അതുപോലെ കുട്ടികളുടെ പ്രോബ്ലത്തിൽ ഇടപെടുമ്പോഴും വളരെ ഇൻ്റലിജൻ്റായിട്ട് ഇടപെടണം. നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളായിരിക്കില്ല അതിൻ്റെ റൂട്ട് കോസസ്. ഇപ്പോൾ എവിടെയാണ് അതിൻ്റെ റൂട്ട് കോസസ് കിടക്കുന്നത്? നമ്മൾ പലപ്പോഴും സിംറ്റത്തെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ കോസസിനെ വേണം ഹാൻഡിൽ ചെയ്യാൻ. ഓരോ കുട്ടിയെയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഇമോഷണൽ ഇൻ്റലിജൻസാണ് പ്രൊഫൈലിംഗ് ദ ചൈൽഡ്. എൻ്റെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. ഈ 40 കുട്ടികളെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ തുടക്കം മുതലേ അതിന് പരിശ്രമിക്കുകയാണ്. എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പ്രൊഫൈലിൽ എനിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓരോ ആഴ്ചയുടെ അവസാനം എനിക്ക് കുട്ടികളെ പറ്റി എൻ്റെ കുട്ടികളുടെ പേജിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാനുണ്ടോ? അങ്ങനെ ഒരു പേജ് എനിക്കുണ്ടോ? ഇപ്പോൾ അരുൺ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും പുതിയൊരു അറിവ് കിട്ടിയോ എങ്കിൽ ഞാൻ ആ അരുണിൻ്റെ പേജിൽ അതുകൂടെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ ദിവസം കഴിയും തോറും, ഓരോ ആഴ്ചകളും മാസങ്ങളും കഴിയും തോറും എൻ്റെ കുട്ടികളെ ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വൈകാരിക ബുദ്ധിശക്തിയുടെ ഉയർന്ന തലമാണ്. വൈകാരികമായ ബുദ്ധിശക്തി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടും. നമ്മൾ വൈകാരികമായ ബുദ്ധിശക്തി കൂടുന്തോറും നമ്മളോടുള്ള കുട്ടികളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. ഒന്നാമത് നമ്മൾ വലിയ റെസ്പെക്റ്റോടുകൂടി കുട്ടികളോട് ഇടപെടുമ്പോൾ കുട്ടികളും വലിയ റെസ്പെക്റ്റോടുകൂടി നമ്മളോട് ഇടപെടുന്നു. നമ്മൾ ശാന്തതയും പക്വതയും ഓർഗനൈസ്ഡും ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് കണ്ടു കഴിയുമ്പോൾ കുട്ടികളിൽ വലിയ സുരക്ഷിതത്വം നിറയുന്നു. നമ്മുടെ ഏത് പ്രശ്നത്തിനും നമ്മുടെ ഏത് വെല്ലുവിളികൾക്കും ഒരു സൊല്യൂഷനായി നിൽക്കാനുള്ള ലീഡർഷിപ്പ് ടീച്ചറിലുണ്ട് എന്ന് കാണുമ്പോഴത്തേക്ക് കുട്ടികൾ കുറേ കൂടെ കോൺഫിഡൻ്റ് ആകുന്നു. നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആകുമ്പോൾ കുട്ടികളിലെ ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്താനുള്ള സാഹചര്യങ്ങൾ നമ്മളിലുണ്ടാകുന്നു. ഇപ്പോൾ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചു, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ചാപ്റ്ററാണ്, ഒരു സ്റ്റോറി ആയിരുന്നു. നമുക്ക് കുട്ടികളോട് ചോദിക്കാം, നിങ്ങൾക്ക് ആ ക്യാരക്ടറിനെ പറ്റി എന്താ തോന്നുന്നത്? നിങ്ങളൊന്ന് ക്രിറ്റിക്കലി അനലൈസ് ചെയ്താൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ കാണുന്നത്? നിങ്ങളായിരുന്നെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുമായിരുന്നു? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കുട്ടികളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളോടൊക്കെ ഓരോ കഥകളും കാര്യങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അവരുടെ റിയാക്ഷൻസിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചില കുട്ടികളിൽ ഒരു റിയാക്ഷനും ഇല്ല, ചില കുട്ടികളിൽ വലിയ റിയാക്ഷൻസ് ഉണ്ട്, ചില കുട്ടികളിൽ അത് ഒരു 50% ഉള്ളൂ. ഈ കുട്ടികളെല്ലാം ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഓരോ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ കുറവുള്ള കുട്ടികളെയൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്യുകയും അവരെ കുറച്ചുകൂടെ ഇമോഷണലി റിയാക്ട് ചെയ്യാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ആത്മവിശ്വാസം കുറവാണ്, അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസും കുറവായിരിക്കും. ചില കുട്ടികളിൽ ആശയവിനിമയം കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇമോഷൻസിനെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ എനിക്ക് എങ്ങനെ പങ്കാളിയാവാം,
നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആകും തോറും നമ്മുടെ കുട്ടികളെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുകയാണ്. ഇപ്പോൾ തന്നെ ഒരു സിനിമ ഇറങ്ങി, ആ സിനിമയിലെ പിന്നെ സിനിമയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ അടുത്തിടയിലൊരു അധ്യാപകനെക്കുറിച്ച് വായിക്കുകയായിരുന്നു. അദ്ദേഹം പോലീസുകാരുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ കുട്ടികളെല്ലാം പങ്കെടുപ്പിച്ചു. തിരിച്ചു വന്ന് അദ്ദേഹം ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നലെ പോലീസുകാരുമായിട്ടുണ്ടായ ആ ഒരു ഇൻട്രാക്ഷനെക്കുറിച്ച് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു റൈറ്റ് എനിത്തിങ് അബൌട്ട് പോലീസ്, ഐ ഹേറ്റ് പോലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് കുഴപ്പമില്ല, എന്തെല്ലാം കാരണം കൊണ്ട് നീ ഹെയ്റ്റ് ചെയ്യുന്നു അത് എഴുതിയാൽ മതി. അപ്പോൾ അവന് സന്തോഷമായി. അവൻ വളരെ വിപുലമായി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട്, അപ്പോൾ അവന് ഇതിനൊക്കെ മുമ്പ് തന്നെ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ പോലീസ് ഉണ്ടാക്കിയ ചില നെഗറ്റീവ് ഇഷ്യൂസിൻ്റെ പിന്നെ റെസിഡ്യൂ എല്ലാം അവൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അവന് പോലീസെന്ന് പറയുന്നത് ഭയങ്കര ഹെയ്റ്റാണ്. അവൻ്റെ വീടുമായിട്ട് പോലീസുകാർ ചെയ്ത ചില ദോഷങ്ങളൊക്കെ അവൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെൻറ്റിലേറ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് അവസരം കിട്ടുകയും ആ വെൻറ്റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ ആ ക്ലാസ്സിൽ അവർ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ആ കുട്ടിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ, മാത്രമല്ല മറ്റു കുട്ടികളൊക്കെ പോലീസിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ ഇതൊക്കെ ഒറ്റപ്പെട്ട എനിക്ക് മാത്രം സംഭവിച്ചതാണെന്നും പോലീസ് അറ്റ് ലാർജ് കുറച്ചുകൂടെ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുന്നവരാണെന്നും നമ്മുടെ ചിന്തകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചില റീഫോർമേഷൻ നടത്താമെന്നും ആ കുട്ടിക്കൂടെ മനസ്സിലാകുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് വൈകാരികമായ റീഫോർമേഷൻസൊക്കെ നമുക്ക് കുട്ടികളിൽ വരുത്താൻ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ സാധിക്കും. നമ്മൾ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാം, ലാംഗ്വേജിലൂടെ ഡെവലപ്പ് ചെയ്യാം. നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളെയും ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെ കുട്ടികളുടെ വൈകാരികമായ പ്രതികരണങ്ങളെയൊക്കെ വാലിഡേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. കുട്ടികളുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ മാനസിക ആരോഗ്യത്തിലൊക്കെ കുറഞ്ഞു നിൽക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് നല്ല ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണെങ്കിൽ മാത്രമേ അവർക്കൊരു റിക്കവറി ഉണ്ടാകത്തുള്ളൂ. അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കാൻ, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ADHDയും അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയും ഒക്കെയുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെയൊക്കെ മോശക്കാരാക്കാതെ വളരെ ഉയർന്ന തലത്തിൽ ആ കുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വൈകാരികമായി ഉയർന്നു നിൽക്കുന്നവരായിരിക്കണം. അല്ലാതെ മാർക്ക് കുറഞ്ഞൊരു കുട്ടി, മോശപ്പെട്ട കുട്ടി, പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടി, മോശപ്പെട്ട കുട്ടി, ഇതൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത അധ്യാപകരുടെ പ്രശ്നങ്ങളാണ്. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചർ അന്നേരം ആലോചിക്കുന്നത് അവൻ വേറെ എന്തെല്ലാം കഴിവുണ്ട്, ഇവനെ വേറെ ഏത് കാര്യത്തിൽ മിടുക്കനാക്കി എടുക്കാം. പ്രത്യേകിച്ച് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചറിന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എല്ലാ കുട്ടികളിലും ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഒരു കുട്ടിയും മോശമല്ല, എന്തെങ്കിലും ഒരു പോസിബിലിറ്റി എല്ലാ കുട്ടികളിലും ഉണ്ടായിരിക്കും. ഈ കുട്ടിയുടെ ഒരു പോസിറ്റീവ് ഇമേജ് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവനെ ഏത് കാര്യത്തിൽ ഇടപെടുത്തിയാൽ അവനെ മിടുക്കനാക്കാം. അപ്പോൾ ഒരു കുട്ടിയെ ശരിക്കും വാച്ച് ചെയ്യുന്നതിലൂടെ, ഒരു കുട്ടിയുമായിട്ട് കൂടുതൽ സമയം ഇടപെടുന്നതിലൂടെ ആ കുട്ടിയെ ഏത് കാര്യത്തിൽ വിട്ടാൽ അവനെ മിടുക്കനാക്കിയെടുക്കാം. അവൻ ചിലപ്പോൾ NCC ചേരുമ്പോൾ അവൻ മിടുക്കനാവുന്നു, അല്ലെങ്കിൽ അവനെ ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവൻ ചിലപ്പോൾ മിടുക്കനാവും. സ്കൂളിലെ ബാൻഡിൽ ചേരുമ്പോൾ ആ കുട്ടിക്ക് മികവുണ്ടാകുന്നു, അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് വിടുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഉള്ളവനായിട്ട് മാറുന്നു. ഒരു കുട്ടിയെ എങ്ങനെയാണ് യൂസ്ഫുൾ ആക്കുന്നത്, ഒരു കുട്ടിയെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ മൈൻഡ്ഫുൾ ആകാൻ കഴിയുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ്. അവരുടെ ആ മൈൻഡ്ഫുൾനെസ്, അവർ കുറച്ചുകൂടെ സൂക്ഷിച്ച് കുട്ടികളെയൊക്കെ നിരീക്ഷിക്കുകയും അവരെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇമോഷണലി ഇൻ്റലിജൻസ് അധ്യാപകരിൽ വളർത്തുന്നതിലൂടെ അതിൽ വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അധ്യാപകരുടെ മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് വെറുതെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ അമിതമായ, ഞാൻ ഈ അടുത്തിടയിലൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തമ്മിലുള്ള അടിയാണ്. അധ്യാപകർ തമ്മിൽ വലിയ പ്രശ്നമാണ്. ഇപ്പം ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചർ ആരുമായിട്ട് ഒരു കോമ്പറ്റീഷനും പോവില്ല. കാരണം അവർക്കറിയാം അവരുടെ വില, അവർക്ക് അവരുടെ വാല്യൂ അറിയാം, അവരുടെ ഡിഗ്നിറ്റി അറിയാം, അവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നറിയാം. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായ കോമ്പറ്റീഷൻ ഇല്ല, കമ്പാരിസൺ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്കൊരു കമ്പാരിസൺ ഇല്ല. കാരണം ഒരു ടീച്ചർ ഒരു കാര്യത്തിന് നല്ലതാണ്, ഞാൻ ഇന്ന കാര്യത്തിന് ഞാൻ ഓക്കെയാണ്. വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് കമ്പാരിസൺ ദയർ? ശരിക്കും മികച്ച അധ്യാപകരാണെങ്കിൽ അവർ തമ്മിൽ മത്സരിക്കുകയോ തമ്മിൽ കമ്പയർ ചെയ്യുകയോ അല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് ഇന്ന കഴിവുണ്ട്, ആ ടീച്ചറിന് ഇന്ന കഴിവുണ്ട്, അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു സ്കൂള് കംപ്ലീറ്റായി മാറും. ഇത് സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണെങ്കിൽ അത് തന്നെ വലിയൊരു ദുരന്തമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുക, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം മോശമാക്കി കളയുക,
കാരണം ഞാൻ മാത്രമേ വിജയിക്കാവുള്ളൂ. അതൊക്കെ വൈകാരിക ബുദ്ധിശക്തി ഇല്ലാത്ത, മാനസികാരോഗ്യം കുറഞ്ഞ, വ്യക്തിത്വം കുറഞ്ഞ ആൾക്കാരിലുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇത്തരം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ആരുമായിട്ടൊക്കെ ചേർന്ന് നമുക്ക് എങ്ങനെയാണ് ടീം വർക്ക് ചെയ്യുന്നത്? ഒരു ടീമിൽ എല്ലാവർക്കും ലീഡറാകാൻ പറ്റില്ല. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? ദേ ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. അവരൊരിക്കലും ലീഡറായി മാറാനല്ല ശ്രമിക്കുന്നത്. ദേ എൻകറേജ് അതേഴ്സ് ടു ലീഡ്. അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ട്രൂ ലീഡേഴ്സ് ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. അപ്പോൾ നമ്മൾ ജൂനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരെയും കൂടെ ഒക്കെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും. എല്ലാ പ്രാവശ്യവും ടൂറിന് ഞാനുണ്ടായിരിക്കണം, എല്ലാ പ്രാവശ്യവും കൺവീനർ ഞാനായിരിക്കണം, എല്ലാ പ്രാവശ്യവും ക്ലാസ് ടീച്ചർ, 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറിന് ഞാനായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങൾ വലിയ കുഴപ്പമാണ്. അപ്പോൾ ആവശ്യമില്ലാതെ എല്ലാത്തിനും വേണ്ടി തർക്കിക്കുകയും വഴക്കിടുകയും എല്ലാവരെയും എൻകറേജ് ചെയ്യുക. ഇതൊക്കെ വൈകാരികമായ ബുദ്ധിശക്തി ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ എൻവയോൺമെൻറ്റിനെ പോസിറ്റീവായി നിലനിർത്തുക. അതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അവർ പ്രവർത്തിക്കുന്ന എൻവയോൺമെൻറ്റ് പോസിറ്റീവായിരിക്കണം. അവർ പ്രവർത്തിക്കുന്ന എൻവയോൺമെൻറ്റ് നിരന്തരമായി രൂപാന്തരപ്പെടുകയും മെച്ചപ്പെടുകയും ചെയ്യണം. അതിനൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കണം, അതിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു ബിഗ് പിക്ചർ അനാലിസിസ് അവർക്കുണ്ട്. അല്ല എൻ്റെ കാര്യം മാത്രം നോക്കുന്ന അതൊരു വൈകല്യമാണ്. എൻ്റെ കാര്യം മാത്രമല്ല, മറ്റുള്ളവരുടെയും കൂടെ. അതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ, അവർക്ക് എന്ത് കിട്ടി? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ഈസ് ഓൾ അബൌട്ട്. കുട്ടികൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയോ? കുട്ടികൾക്ക് സ്ട്രെങ്ത് കിട്ടിയോ? കുട്ടികൾക്ക് കോൺഫിഡൻസ് കിട്ടിയോ? കുട്ടികൾക്കൊരു ഫീലിംഗ് ഓഫ് റെസ്പെക്റ്റ് ഉണ്ടോ? ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജിലേക്ക് അവരെ നയിക്കാൻ കഴിഞ്ഞോ? അതോ അവർ യൂസ്ലെസ് ആണെന്നാണോ അവർക്ക് തോന്നുന്നത്? അവർ യൂസ്ലെസ് ആണെന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം വെറും ഉണക്ക വിദ്യാഭ്യാസമാണ്. ഒരു കാര്യമില്ല. അപ്പോൾ കുട്ടികളിൽ രൂപാന്തരം സംഭവിക്കുക. നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടി ഒരു സ്ട്രോങ് സ്റ്റുഡൻ്റായിരിക്കണം, അവനൊരു ദർശനം ഉണ്ടായിരിക്കണം, അവനൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇതിന് മാതാപിതാക്കളുടെ മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഇൻ്റലിജൻസും ഒക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ എത്ര കണ്ട് നമുക്ക് നമ്മളിൽ രൂപാന്തരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു അത്ര കണ്ട് അതിൻ്റെ ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടുന്നു, നമ്മുടെ സഹപ്രവർത്തകർക്ക് കിട്ടുന്നു, അറ്റ് ലാർജ് അത് സമൂഹത്തിന് വലിയ ഗുണം ചെയ്യുന്നു. ഈ കാര്യത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്തിടെ ഒരു ടീച്ചറിനോട് സംസാരിച്ചു. ടീച്ചർ പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്താ ടീച്ചറെ ഫ്രണ്ട്സൊന്നുമില്ലാത്ത? അപ്പോൾ ഈ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇതൊക്കെ ചില വൈകല്യങ്ങളാണ്. എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല കാരണം ഈ ആൾക്കാരൊക്കെ വളരെ കുഴപ്പം പിടിച്ചവരാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അധ്യാപന രംഗത്ത് വന്നാൽ എന്ത് ചെയ്യും? അപ്പം അവിടെയാണ് നമുക്ക് നിരന്തരമായ ട്രെയിനിങ്ങുകൾ ആവശ്യമുള്ളത്. ഇമോഷണൽ ഇൻ്റലിജൻസിലൊക്കെ ധാരാളം ട്രെയിനിങ്ങുകൾ അധ്യാപകർക്ക് കൊടുക്കണം. സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനായിട്ട് വിളിക്കുമ്പോൾ ഇപ്പോഴും കാലഹരണപ്പെട്ട പല കാര്യങ്ങളാണ്. മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. എന്ത് മോട്ടിവേഷനാണ്? ഓൾറെഡി പാളം തെറ്റിയിരിക്കുന്ന ഒരു സാധനത്തിനെ എൻജിൻ വെച്ച് അടിച്ച് വിട്ടാൽ അത് പാളം തെറ്റിയല്ലേ ഓടുകയുള്ളൂ. നമുക്ക് തിരിച്ച് ട്രാക്കിലെത്തിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. വെറും മോട്ടിവേഷൻ കൊണ്ട് കാര്യമില്ല. നല്ല ഗൈഡൻസാണ് ആവശ്യം, നല്ല തിരുത്തലുകളാണ് ആവശ്യം. കാലഘട്ടം ആവശ്യപ്പെടുന്ന ക്വാളിറ്റീസും സ്കിൽ ബിൽഡിങ്ങുമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അപ്പോൾ അവിടെയാണ് ഒരു ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് ഇന്ന് സ്ത്രീകളാണ് അധ്യാപന രംഗത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ശാരീരിക ആരോഗ്യത്തിലും മാനസികാരോഗ്യത്തിലും വൈകാരിക ആരോഗ്യത്തിലും വ്യക്തിത്വ വികസനത്തിലുമൊക്കെ ഒരുപാട് വിള്ളലുകൾ പലരിലും ഉണ്ട്. കാരണം അവർക്ക് വീട്ടിൽ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള സാഹചര്യം, പലരും വീട്ടിൽ പോലും ഒരു അംഗീകാരമോ സ്നേഹമോ കരുതലോ ഒന്നും കിട്ടാത്തവരായിരിക്കും. മാത്രമല്ല പലരും അവർ ഈ വീടും സ്കൂളും തമ്മിൽ ബാലൻസ് ചെയ്ത് കഷ്ടപ്പെടുന്നവരായിരിക്കും. പലരുടെ ആരോഗ്യമൊന്നും അവർ പലപ്പോഴും നിഗ്ലക്റ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇതിൻ്റെ എല്ലാം പ്രതിഫലനം വരുന്നത് സ്കൂളിലാണ്. വീട്ടിലൊരു എൻകറേജ്മെൻറ്റും വീട്ടിലൊരു സ്വസ്ഥതയും വീട്ടിലൊരു റെക്കഗ്നീഷനും ഒക്കെ കിട്ടുന്ന സ്ത്രീകൾ തന്നെ സമൂഹത്തിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ സൊസൈറ്റിയിൽ അവർ ജോലി ചെയ്യുന്നിടത്താണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കും വലിയ കേടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കറക്ഷൻ വേണ്ടത്. അവർക്കൊരു സന്തോഷമൊക്കെ കൊടുക്കാൻ, അവരെ കുറച്ചുകൂടെ എക്യുപ്പ് ചെയ്യാനൊക്കെ ധാരാളം കൗൺസിലിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എല്ലാ അധ്യാപകരെയും ഒന്ന് ശാന്തരാക്കി സമാധാനപ്പെടുത്തി അവരുടെ ആരോഗ്യത്തെയൊക്കെ ഒന്ന് മാനിച്ച് അവരുടെ വൈകാരിക തലങ്ങളെയൊക്കെ ഉയർത്തി അവരുടെ വ്യക്തിത്വത്തിൽ എന്തെല്ലാം എൻറിച്ച്മെൻറ്റ് കൊണ്ടുവരാൻ അതൊക്കെ കൊണ്ടുവന്ന്
ചിരിക്കുന്ന, സന്തോഷമുള്ള, സമാധാനമുള്ളവരായി അവരെ ക്ലാസ് മുറിയിലേക്ക് വിടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് സൊസൈറ്റിയിലുണ്ടാവും. സമൂഹത്തിൽ അതിൻ്റെ സന്തോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെഗറ്റിവിറ്റി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ എക്വിപ്പ്, എംപവർ ആൻഡ് എഡ്യൂക്കേറ്റ് ടീച്ചേഴ്സ്. അതിലൂടെയാണ് വലിയ സാമൂഹിക മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഇത് നല്ലതെങ്കിൽ കൂടുതൽ അധ്യാപകരിലേക്കും സ്കൂൾ നടത്തുന്നവരിലേക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കഴിഞ്ഞ ടീച്ചേഴ്സിൻ്റെ വീഡിയോ വളരെയധികം ഷെയർ ചെയ്യപ്പെട്ടു. മാത്രമല്ല വളരെയധികം ആൾക്കാരത് കണ്ടു, ഒരുപാട് കമൻസ് അയച്ചു. അതിലൂടെ എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ അവസരങ്ങൾ കിട്ടി. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഹാപ്പി ലിവിങ്.